ഹലോ ഗൈസ്, ഇന്നലെ നമ്മൾ മേടിച്ച നമുക്കൊരു പ്രൊഡക്റ്റ് വന്നായിരുന്നല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ എനിക്ക് ഓൾറെഡി നല്ല ആക്നേസ് ഒക്കെ ഉണ്ട്. ആക്നെയും പിഗ്മെൻറ്റേഷനൊക്കെ ആയിട്ട് ഇതൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ ആക്നെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കെന്തോ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാനിത് ഇതൊക്കെ വെച്ചിരിക്കുന്ന ഇതൊന്നും സത്യം പറഞ്ഞാൽ എൻ്റെ അല്ല, ഇതൊക്കെ എൻ്റെ അനിയത്തിയുടെയാണ്. അപ്പം ഞാൻ ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് കുറേ ബേബി ഹെയർസ് ഉണ്ട്. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ പറന്ന് മുഖത്തോട്ട് വരും. അതുകൊണ്ട് ഞാൻ ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം വേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഓയിലി സ്കിൻ, ഓയിലി ആക്നെപോൾ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ല ഓയിലി സ്കിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്ലമ്മിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് അടിപൊളി മോയ്സ്ചറൈസറാണ്. കാരണം എനിക്ക് പൊതുവേ അങ്ങനെ എല്ലാ മോയ്സ്ചറൈസേഴ്സും എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നില്ല. എൻ്റെ എക്സ്ട്രീം ഓയിലി സ്കിന്നാണ്, ഓയിലി ആക്നെപോൺ സ്കിന്നാണ്. അപ്പം ഇതിൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെ റൈസ് വാട്ടറും നിയാസിനമൈഡും ആണ്. 2% നിയാസിനമൈഡ് ഇതിനകത്തുണ്ട്. അപ്പം നിയാസിനമൈഡ് ഉള്ള ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഓയിലി സ്കിന്നിലുള്ള ആൾക്കാർ കൂടുതൽ ഒരു ജെൽ ടൈപ്പ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതാവുമ്പം നമുക്ക് കറക്റ്റായിട്ട് അങ്ങനെ അങ്ങ് ഇരുന്നോളും. ലൈക്ക് എന്താ പറയുക, ഇപ്പോൾ എൻ്റെ അമ്മ യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്, അമ്മ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. കാരണം അമ്മയ്ക്ക് കുറച്ചും കൂടെ സ്യൂട്ട് ഇതാണ്. ഇത് യൂസ് ചെയ്ത കൊള്ളൂല എന്നല്ല, കാരണം അമ്മയുടെ സ്കിന്നിന് കുറച്ചുകൂടെ ഹൈഡ്രേഷൻ ആവശ്യമാണ്. പക്ഷെ ഞാൻ ഈ പോൺസിൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി എക്സ്ട്രീംലി ഓയിലി ആകുക അല്ലാതെ വേറെ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ പ്ലം എല്ലാവർക്കും അഫോർഡ് ചെയ്യണമെന്നില്ല. ബിക്കോസ് ഇത് കുറച്ച് എക്സ്പെൻസീവാണ്. എക്സ്പെൻസീവ് എന്ന് പറയുമ്പം അങ്ങനെയല്ല, ഒരു 500 റേഞ്ചിലൊക്കെ വരുന്ന ഒരു സാധനം ആയതുകൊണ്ട് എല്ലാവർക്കും ഇത് അഫോർഡ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് വൺ. അതുമല്ല, ഇതിൻ്റെ സെയിം ഇതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സാധനമുണ്ട്. ഡോട്ട് ആൻഡ് ഗീയുടെ ഒരു മോയ്സ്ചറൈസറുണ്ട്, കാണിച്ചു തരാം. ഈ മോയ്സ്ചറൈസർ, ഡോട്ട് ആൻഡ് ഗീയുടെ മോയ്സ്ചറൈസർ, ഇത് ഓൾമോസ്റ്റ് തീർന്നു. ഞാൻ യൂസ് ചെയ്തു, കുറച്ചുകൂടെ എങ്ങാണ്ടേ ഉള്ളൂ, വളരെ കുറച്ചും കൂടെ എങ്ങാണ്ടേ ഉള്ളൂ. ഇത് എന്തായാലും തീർന്നു. എനിക്കെല്ലാം റീപർച്ചേസ് ചെയ്യേണ്ടതാണ്. ഇതാ ഈ ഒരു പച്ച കളറുള്ള മോയ്സ്ചറൈസർ. പക്ഷേ ഇതിൻ്റെ അകത്ത് നൈജൽ എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതൊരു മോയ്സ്ചറൈസറാണ്, നല്ലൊരു മോയ്സ്ചറൈസറാണ്. ഇതിനകത്ത് സിക്ക, ഐ തോട്ട് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. സിക്ക മീൻസ് ഒരു കൈൻഡ് ഓഫ് ഇലയാണ്. ആ ഇല ഞാൻ ഇവിടെ കൊടുത്തേക്കാം. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പേര്, ഇതിൻ്റെ മലയാളം എന്താണെന്ന് എനിക്കറിയില്ല. സോ അതറിയാവുന്നൊരു കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതും ഓയിലി സ്കിൻകാരുടെ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സാണ്. മോയ്സ്ചറൈസേഴ്സിൽ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ ഇതിലേതെങ്കിലും ഒന്നാണ് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തീർന്നിരിക്കുകയാണ്. സോ ഞാൻ ഇത് എന്തായാലും യൂസ് ചെയ്ത് തീർക്കാൻ വേണ്ടി പോവുകയാണ്. ഇത് ഞാൻ എടുക്കുന്നു. ഇതെടുത്തിട്ട് നമ്മൾ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഐ തിങ്ക് ലൈറ്റ് കറക്റ്റ് ആണോ എന്നറിയില്ല. കാരണം ഞാൻ വീടിൻ്റെ അകത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എൻ്റെ ട്രൈപോഡും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം ഞാൻ പാർട്ട് ബൈ പാർട്ടായിട്ട് തന്നെയാണ് ഫേഷ്യൽ ഹെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഞാൻ ഈ ഒരു ജെല്ല് നന്നായിട്ട് തേക്കാം. എന്നിട്ട് നമ്മുടെ കാർമസിയുടെ വാക്സ് നമ്മുടെ ഫേഷ്യൽ ഹെയർ റിമൂവറാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ യൂസ് എന്താണെന്ന് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും. അപ്പോൾ ഇതെടുത്തിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഞാൻ എത്ര ധൃതി പിടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ വീഡിയോ എടുത്ത് ഷേവ് ചെയ്ത് വന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളൊരു ടിഷ്യൂലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി. കാരണം എനിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉണ്ട്. അപ്പം ഞാനിത് ഒന്ന് ഷേവ് ചെയ്തിട്ട് വരാം. കാരണം എനിക്ക് ഫോണിൽ നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നോക്ക്, ഇത് കണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെട്ടില്ല. ഇതിൽ നമ്മുടെ ഹെയറും കുറേ ബ്രൗൺ കളറുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്.
പക്ഷേ ഈ ബ്രൗൺ കളറിലെ പാർട്ടിക്കിൾസ് അഴുക്കല്ല, ഇത് നമ്മുടെ ഡെഡ് സ്കിൻ അല്ല, ഡെഡ് സെൽസ് ആണ്. അതാണ് ഈ സൈഡിൽ ഹെയർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെ ഹെയർ മാത്രമേ നമ്മൾ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഒരു പോർഷനിലെ ഹെയർ മാത്രം. അപ്പോൾ എനിക്ക് മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് എന്തോ ഒരു ഗ്ലോ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സംതിങ് എന്തോ ഒരു ഗ്ലോ. നമ്മൾ ചിലപ്പം ഫേസിൽ ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് കഴുകി കളയുമ്പോൾ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പോൾ മെയിനായിട്ട് ഇന്ന് ചെയ്യാൻ കാരണം എനിക്ക് ഓൾറെഡി ഇത് ചെയ്യാനുള്ള എക്സൈറ്റ്മെൻറ്റും, രണ്ടാമത് ഇന്ന് എനിക്ക് റീല് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പം അതും കൂടെ കൊണ്ടിട്ടാണ് ഞാൻ ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൂടെ ചെയ്തിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഇതും കൂടെ തൊട്ട് കഴിഞ്ഞാലുള്ള എനിക്ക് ഒരു വ്യത്യാസം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റാണ്. നല്ല കണ്ടോ, നല്ല 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 രസമുണ്ട്. മുഖത്ത് ഒരുപാട് ടച്ച് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആൾക്കാർ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇവിടെ കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആണെങ്കിലും കുറച്ചൊരു ഡ്രൈ പോലെ. ഞാൻ ഇവിടെ ഒന്നും ഇട്ടിട്ടില്ല, മേ ബി അതും കൂടെ കൊണ്ടായിരിക്കണം. പക്ഷെ എന്തായാലും കൊള്ളാം. ഞാൻ ഇത് ഫുള്ള് ചെയ്തിട്ട് വന്നിട്ട് ഔട്ട്പുട്ട് കാണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ള് ചെയ്തിട്ട്. അപ്പോൾ അതാ ഞാൻ വന്നിട്ടുണ്ട്. വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് അവസ്ഥ വരുന്നത്. എനിക്കെന്താ കുറച്ച് ഗ്ലോ ആയതുപോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിനി നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കണം. ഇത് ഫേഷ്യൽ ഹെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഫേസിൽ എൻ്റെ കുരു ഇങ്ങനെ എടുത്ത് നിൽക്കുന്നത് ഭയങ്കരമായിട്ട്. പിന്നെ ഈ കുരു ഇത് കുറച്ച് പാടാണ് പോകാൻ. ബിക്കോസ് എനിക്ക് ടാനും ബാക്കിൽ പോകണം, എല്ലാം കൂടെ ഒരുമിച്ചുള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് അധികം കഷ്ടപ്പെടണം ഇത് പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും കുറേ നാളായിട്ട് ഞാൻ ഹെയർ റിമൂവലൊന്നും ചെയ്യുന്നില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹെയർ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഹെയർ ഉണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഫോർഹെഡിലാണ് എനിക്ക് ഹെയർ കൂടുതലുണ്ടായിരുന്നത്. പിന്നെ അപ്പം ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നല്ലൊരു മോയ്സ്ചറൈസർ ഇടുക. പക്ഷെ എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതുമാണ്. ഇത് മേടിക്കേണ്ടവർക്ക് ഇത് മേടിക്കാം, ഇത് മേടിക്കേണ്ടവർക്ക് ഇത് മേടിക്കാം. ഇത് ഞാൻ ഡോട്ട് ആൻഡ് കീയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ അലോവേറ ജെല്ലായാലും കുഴപ്പമില്ല ഇട്ടിട്ട് ലോക്ക് ചെയ്ത് വെക്കാം. ഞാൻ കൂടുതലും മോയ്സ്ചറൈസേഴ്സ് ഇങ്ങനെ പാറ്റേണിലാണ് യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ ഓയിലി ആവുന്നത് ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും. ബാക്കി കുറച്ച് ഭാഗം ഇവിടെ ഉള്ളൂ, അവിടെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. ഡ്രൈ അല്ല, ഓയിലി ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇവിടെ ഇങ്ങനെ പല ആൾക്കാരും പല രീതിയിലാണ് തേച്ച് വെക്കുന്നത്. പക്ഷേ ഞാൻ ഇങ്ങനെ തേക്കുന്നതേ ഉള്ളൂ. പിന്നെ സ്പ്രെഡ് ആക്കും. എന്നിട്ട് അപ്വേർഡ് ഡയറക്ഷനിൽ ഇങ്ങനത്തെ സർക്കുലർ മോഷനിൽ ഭയങ്കര ജെന്റിലായിട്ട് ഇങ്ങനെ കിട്ടാം. ഇനി ഇവിടെ അങ്ങനെ തന്നെ എല്ലാം ഇങ്ങനെ ജെന്റിലായിട്ട് ഇപ്പോൾ നമുക്കൊരു ഫ്രഷ് ഫീൽ കിട്ടുന്നുണ്ട്. നല്ലൊരു എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അപ്പം ഞാൻ പോയി റീല് ഷൂട്ട് ചെയ്തിട്ട് വരാം. ബൈ.